ഷോറൂമിലേക്ക് എത്താണ്. അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കല്യാണ വീഡിയോ ആണ് കേട്ടോ. അതായത് രതീഷേൻ്റെ കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ തലേദിവസത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്, തലേദിവസത്തെ റിസപ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ വെഡ്ഡിങ് റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഓൾമോസ്റ്റ് 1 hour ജേർണി ഉണ്ട്. പിന്നെ ട്രാഫിക്കൊക്കെ ഇതാക്കി വരുമ്പോൾ സമയമാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം 6:30-ക്കാണ് അവിടെ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു 5:45 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ്. ആ സമയം ഇരുട്ടി തുടങ്ങി. അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും 6:45 കഴിയും, കാരണം ട്രാഫിക്കൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുക. ഒരുപാട് നാളുകൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഡിസംബറിലാണ് ഞങ്ങൾ ലാസ്റ്റ് ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത്, അതായത് രതീഷേൻ്റെ അനിയത്തിയുടെ. അതിനുശേഷം വരുന്ന ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്ന വേറൊരു കല്യാണ ഫംഗ്ഷനാണ് കേട്ടോ. ഇനി തുടരെ അങ്ങോട്ട് വേറൊരു ഫംഗ്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗ്സൊക്കെ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, ഓഫീസ് വിട്ട് ആൾക്കാർ പോകുന്നതിൻ്റെ തിരക്കൊക്കെയാണ് കേട്ടോ ഇത്. ഇട ദിവസം ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ വേറൊരു കല്യാണം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ സൺഡേ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ സാറ്റർഡേ ഈവനിങ് വെച്ചാൽ വെഡ്ഡിങ് റിസപ്ഷന് പോകുന്നത്. അപ്പോൾ അത് പെൺകുട്ടിയുടെ വീട്ടുകാർ കൂടി ചേർന്ന് നടത്തുന്ന ഒരു റിസപ്ഷനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വീടിന് അടുത്തായിട്ടാണ് അവർ ആ റിസപ്ഷൻ വെച്ചിരിക്കുന്നത്. KR പുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ റിസപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് കുറച്ചധികം ദൂരമുള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നെ ഓട്ടോ എടുത്ത് പോകാമെന്ന് വിചാരിച്ചത്. ബൈക്കിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ടയേർഡാവുന്നു ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോൾ. അപ്പോൾ പകുതി എത്തിയപ്പോഴേക്കും കണ്ണപ്പനൊക്കെ കുറേശ്ശെ കൊണ്ട് ഉറങ്ങി തുടങ്ങി കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തെത്തി. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ കല്യാണ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലം. അപ്പോൾ ഇതാ ഫൈനലി നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഗസ്റ്റുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഡെക്കറേഷൻസ് ആംബിയൻസ് ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഇവൻറ്റ് മാനേജ്മെൻറ്റ് വളരെ അടിപൊളിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ വെൽക്കം ഡ്രിങ്ക് പലതരത്തിലുള്ള ജ്യൂസസ് ഉണ്ടായിരുന്നത്. കാരമൽ പോപ്കോൺ, പിന്നെ ഷുഗർ കെയിൻ, അങ്ങനെ പിന്നെന്താ പോപ്കോൺ ചിക്കൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാരമൽ ജ്യൂസ് ആർക്കും അത്ര വലിയ ഇഷ്ടമായില്ല. രതീഷേട്ടൻ ഇങ്ങനെ കുടിക്കുക ചെയ്തത്. ഞാൻ കരിമീൻ ജ്യൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പോപ്കോണിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നു, സോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടുപേരും കഴിച്ചു, ഓരോന്ന് കഴിച്ചു. അതിനുശേഷം ഞാൻ എന്താ പുറത്തുനിന്നുള്ള ജസ്റ്റ് ഒരു ഔട്ട്സൈഡ് വ്യൂ ആയിട്ട് എടുത്തത്. നമുക്ക് കയറിപ്പോയുള്ള എൻട്രൻസ് ആണിത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവർ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരും കാറ്ററിങ്ങിൻ്റെ കാര്യം ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമ്മളിത് അകത്തേക്ക് എത്തി. അകത്തെത്തുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള പാട്ടും ഡാൻസും പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രൈഡും ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു സ്ക്രീനിൽ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് വേറൊരു സ്ക്രീൻ സെപ്പറേറ്റ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ലൈവായിട്ട് സ്ക്രീനിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ടെലികാസ്റ്റ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു വെഡിങ് റിസപ്ഷൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളവിടെ ഇരുന്നു. അങ്ങനെ സ്റ്റേജിൽ ബ്രൈഡിൻ്റെയും ഗ്രൂമിനെയും ബ്രൈഡ് മെയ്ഡ്സിൻ്റെ വക ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് വളരെ സൂപ്പറായിരുന്നു. സൈഡിൽ എന്താ പറയുക, ഓർക്കസ്ട്ര സംഭവങ്ങളൊക്കെ സൈഡിലും ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വെഡ്ഡിങ് റിസപ്ഷൻ എന്താ അവരുടെ ഡാൻസും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ തിരക്കൊക്കെ കൂടുമ്പോഴേക്കും വേഗം ഫോട്ടോ സെഷനൊക്കെ നിന്നു. കാരണം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇതേ യാത്ര നമ്മൾ തിരിച്ച് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ ഫോട്ടോ സെഷൻ കഴിഞ്ഞുകൊണ്ട് ഫുഡിനിരുന്നു. ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ കർണാടക സ്റ്റൈലായിരുന്നു. രതീഷിൻ്റെ ഫാമിലീസ് മലയാളീസ് ആണെങ്കിലും പെൺകുട്ടിയുടെ സൈഡ് അവർ മലയാളീസ് ആണെങ്കിലും അവർക്ക് കൂടുതലും ലോക്കലൈറ്റ് സൈഡിലെ ആൾക്കാർ കന്നഡിക്കാസ് ആയിരുന്നു. പൊളിറ്റിക്കൽ കുറേ ആൾക്കാർ അങ്ങനെ കന്നഡിക പൊളിറ്റിക്കലായിട്ട് കുറേ അവർക്ക് ഒരു ടച്ചപ്പ് ഉള്ളതുകൊണ്ടും അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ ആൾക്കാർ കൂടുതലും ആ സ്റ്റൈലുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് നാടൻ ഫുഡ് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ കർണാടക സ്റ്റൈൽ, അതായത് കന്നഡിക സ്റ്റൈൽ ഫുഡായിരുന്നു. ഫുൾ സ്വീറ്റായിരുന്നു എന്ന് തന്നെ പറയണം. ഫുൾ സ്വീറ്റായിരുന്നു. ജിലേബി, മാമ്പഴത്തിൻ്റെ ഒരു സ്വീറ്റ്, പിന്നെ അത് കണ്ടില്ലേ, പിന്നെ മസാല ദോശ, ചപ്പാത്തി, പിന്നെ എന്താ പറയുക, അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു കേട്ടോ ഫുഡ്. സത്യം പറഞ്ഞാൽ ഫുഡ് വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു. നമ്മൾ നാടൻ ഫുഡ് ആ സാമ്പാറും പപ്പടവും അവിയലും എല്ലാം അച്ചാറൊക്കെ കൂട്ടിക്കുഴച്ച് ലാസ്റ്റ് ഇലയിൽ പായസമൊക്കെ ഇട്ട് കുടിക്കുന്ന ആ ഒരു
രുചി നമുക്ക് വേറെ ഒന്നിനും കിട്ടില്ല. അതിനുശേഷം നമുക്ക് ഇതാ സൈഡിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു, മസാലപ്പൂരി, പുറത്ത് വന്നപ്പോൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ചാട്ട് ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഫുഡ് ഒന്നിനും കൊള്ളില്ലായിരുന്നു. ഞങ്ങൾക്ക് ഫുഡ് ഒട്ടും ഇഷ്ടമായില്ല. നമ്മളിപ്പോഴും ഒരു കല്യാണത്തിന് പോയാലും ഒരു പാലുകാച്ചലിന് പോയാലും ഒരു 28-ന് പോയാലും ഒരു പിറന്നാളിന് പോയാലും നമ്മളെപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു ഫംഗ്ഷനെ നമ്മുടെ മനസ്സിൽ ഓർമ്മയുടെ ഒരിടം നൽകുന്നത് ഭക്ഷണമാണ്. ഭക്ഷണത്തിന് രുചിയാണ് നമ്മുടെ മനസ്സും വയറും ഒക്കെ നിറയ്ക്കുന്നത്. നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റിയാലേ നമ്മുടെ മനസ്സിൽ ആ മെമ്മറീസ് എന്ന് നിൽക്കുള്ളൂ. വളരെ ഓപ്ലസ് ആയിട്ടുള്ള ഫുഡായിരുന്നു. ഫുഡ് എനിക്ക് ഇഷ്ടമായില്ല. അങ്ങനെ മനസ്സോടെ ഫുഡ് കഴിച്ച് ഒരു ബീഡയും കഴിച്ച് കവറിൽ നമുക്ക് ഇവിടുത്തെ കല്യാണങ്ങൾക്ക് നമുക്ക് നാളികേരം തരും കേട്ടോ. നാളികേരം വെറ്റിലയും തരും. അപ്പോൾ അതും മേടിച്ച്, നാളികേരത്തിനൊക്കെ ഇപ്പോൾ എന്താ വില, എന്തിനാ കിട്ടുന്ന നാളികേരം കളയണം. അങ്ങനെ അതും മേടിച്ച് ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ ബൈ ഫ്രം ബാംഗ്ലൂർ മലൂസ്.